നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ തൊഴിലാളികളെ കൊടിയമ്പുഴ ദേവസ്വം ഗോകുലം വള്ളത്തിലെ തൊഴിലാളികൾ സുരക്ഷിതമായി കരക്കെത്തിച്ചു. KPCC സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതിസന്ധ്യ നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. വാർത്തകൾ വിശദമായി. ആഴക്കടലിൽ എഞ്ചിൻ നിലച്ചുപോയ വള്ളത്തിന് രക്ഷകരായി വലപ്പാട് ബീച്ച് ഗോകുലം വള്ളത്തിലെ തൊഴിലാളികൾ. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ കയ്പമംഗലം സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള അയിരൂർ മുത്തപ്പൻ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ചേറ്റുവയിൽ നിന്നും 11 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. 45 മത്സ്യത്തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടയിൽ പ്രൊപ്പലറിൽ വല കുടുങ്ങി എഞ്ചിൻ നിലച്ചു. അപകടം മുന്നിൽ കണ്ട് നിൽക്കുമ്പോഴാണ് വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഗോകുലം വള്ളം തക്ക സമയത്ത് എത്തുന്നത്. ഉടൻ തന്നെ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് വടം കെട്ടിവലിച്ച് വള്ളത്തെയും അതിലെ തൊഴിലാളികളെയും സുരക്ഷിതമായി ചേറ്റുവ ഹാർബറിൽ എത്തിക്കുകയായിരുന്നു. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാലന്റ് സ്കൗട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ മത്സരങ്ങൾ നടന്നു. NES ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരത്തിലെ ക്യാപ്റ്റന്മാർക്ക് ബോൾ കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പഠനത്തിന് പുറമെ കലാകായിക IT മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിന് കൂടിയാണ് ഈ പരിപാടി ജില്ലാതലത്തിൽ NESൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ NC അനീജ അധ്യക്ഷയായി. ട്രഷർ ഹണ്ട്, സ്പോട്ട് ഫോട്ടോഗ്രാഫി, റീൽ മേക്കിംഗ്, കോഡ് ക്രാക്കർ, ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങി മത്സരങ്ങൾ നടന്നു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ MV, വി ശശിധരൻ, ലിജിന ജെയിൻ, ദീപ MB, സ്മിത NR, സജിത NV, കവിത, അപർണ VA, അങ്കിത TS, സുഷമ PA, ഹന്ന അമൽ ആന്റണി, രൂപ MV എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ജില്ലാ തലത്തിൽ കോളേജിനപ്പുറത്ത് മറ്റു ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നാം ഇവിടെ നിന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. ടാലന്റ് സ്കൗട്ട് എന്നുള്ളത് ഒരു ഐറ്റം മാത്രമല്ല, പല സ്പോർട്സ്, കമ്പ്യൂട്ടർ തുടങ്ങിയുള്ള സകല മേഖലയിലെയും കുട്ടികൾക്കുണ്ടാകേണ്ട സന്തോഷവും അതുപോലുള്ള കാര്യങ്ങളും അതൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ ടാലന്റ് സ്കൗട്ട്സ് നടക്കുന്നത്. ധാരാളം വിദ്യാർത്ഥികൾ ഇനിയും വരാനുണ്ട്. കുറേയേറെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. വലിയ കുഴപ്പമൊന്നും ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല. ഈ വൈകാതെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിച്ചാൽ KPCC സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതിസന്ധ്യയും ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെ ജീവചരിത്രത്തിലൂടെയുള്ള ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ MP സുരേന്ദ്രൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഏറ്റവും വഴക്കാളിയായ കുട്ടി ഞാനും. അപ്പം അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം TV സുകുമാരൻ സാർ, അതുപോലെ MS ബാലകൃഷ്ണൻ, KU വരുന്നൻ, ഇവരൊക്കെ ക്ലാസ്സിൽ ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ ചോദിക്കും, ആരാണ് രാമേന്ദ്രൻ വടക്കേടത്തിൻ്റെ മകൻ എന്ന് ചോദിക്കും. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ നമ്മുടെ കളിമണ്ഡലത്തിൻ്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്ന
സദു എമ്മൂരിൻ്റെയും അതുപോലെ തന്നെ കരുണാകരൻ്റെയും ഇടയിലിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ എല്ലാവരും ചൂണ്ടിക്കാണിക്കും. അന്ന് വളരെ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു ബാലൻ. അപ്പൊ ബാലനെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഈ മണപ്പുറത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അന്വേഷിക്കുന്നതെന്ന് തോന്നി. MT വാസുദേവൻ നായർ, സുകുമാർ അഴീക്കോട് എന്നിവരോട് പോലും വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആർജവം കാണിച്ച നിരൂപകനാണ് വടക്കേടത്തെന്നും മലയാളത്തിലെ നിരൂപകരെല്ലാം ഒരു ഭാഗത്തും അവരുടെ മറുഭാഗത്തായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തിന് സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ ആർജവമുള്ള സാഹിത്യകാരനായിരുന്നു അദ്ദേഹമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MP സുരേന്ദ്രൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രീതി പ്രേമചന്ദ്രൻ, ശോഭ സുബിൻ, കൃഷ്ണചന്ദ്രൻ വടക്കേടത്ത്, സന്തോഷ് മാഷ്, KV മോഹനൻ മാസ്റ്റർ, വത്സല ടീച്ചർ, PN സുനിൽ, ഇമ ബാബു, ഹുസൈർ മുഹമ്മദ്, മോഹൻദാസ് ചെറുതുരുത്തി, ഹുസൈൻ പുതിയ വീട്ടിൽ, ദിനേശ് രാജ്, അരുൺ ഗാന്ധിഗ്രാമം എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. പ്രഥമ ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു പുതിയ സിവിൽ സ്റ്റേഷൻ വേണം എന്ന് പറയുകയായി. അതിനാവശ്യമായ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കും ഒരു പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനത്തിന് പുറമെ ഒരു നിർദ്ദേശം കൂടി ഇപ്പൊ നിലവിലുള്ള MLA എന്ന നിലയിൽ KC വാസകന്റെ പേര് അത് വേണം, ഇവിടെ അതുകൊണ്ട് എല്ലാ സ്ഥാപനത്തിലും വേണം എന്നൊരു അഭിപ്രായം കൂടി എൻ്റെ മനസ്സിലുണ്ട്. വരാൻ പോകുന്ന ഭരണസമിതി ഇതൊരു തീരുമാനമായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൽ ഒരു കാലത്ത് ഭരിച്ച ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നിർദ്ദേശമാണ് എനിക്ക് നമ്മളോട് പറയാനുള്ളത്. പിന്നെയുള്ളത് നാടിനെ മുഴുവൻ നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് കടൽ മേഖല. കടൽ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുമ്പ് ഈ ജയിച്ചതിന് ശേഷമൊക്കെ ആ പ്രദേശത്ത് കറങ്ങാറുണ്ട്. പലരും തന്നെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. സദസ്സിന്റെ ഭാഗമായി K-സ്മാർട്ട് ക്ലിനിക് സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായ മഞ്ജുള അരുണൻ, മല്ലിക ദേവൻ, KA തപതി, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, KK പ്രഹർഷൻ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ, MA ഷിയാബ്, അനിത ത്രിദീപ് കുമാർ, മണി ഉണ്ണികൃഷ്ണൻ, VR ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. നാട്ടിക ബീച്ച് ടാഗോർ നഗറിന് തെക്ക് ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. കാറിന്റെ മുൻഭാഗം വൈദ്യുതി തൂണിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. കാർ നിർത്താതെ ഓടിച്ചുപോയി. ശനിയാഴ്ച രാത്രി 11:30 സംഭവമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ തൃപ്പയാർ KCB അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പരിശുദ്ധ മംഗളമാതാവിന്റെ ഊട്ടുതിരുനാൾ ഒക്ടോബർ 26 ഞായറാഴ്ച ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായുള്ള തിരുനാൾ കൊടിയേറ്റം മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. ഇടവകയിൽ അഖണ്ഡ ജപമാല ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഇടവകയിൽ നിന്നും പിരിഞ്ഞുപോയിട്ടുള്ള വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസങ്ങളിലും ആഘോഷമായ നവനാൾ കുർബാന അർപ്പിക്കുന്നുണ്ട്. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫാദർ ജോഫിൽ അക്കരപ്പട്ടേക്കൽ, ജോബി ചെറമ്മൽ, ഷാജു ഡേവിഡ്, ജോൺസൺ മാങ്ങൻ, ആന്റണി ഐനിക്കൽ, സിജോ കുരുതുകുളങ്ങര, ആന്റണി EJ, ഷൈൻ തട്ടിൽ, ജോസഫ് CC, ജോസഫ് അരിമ്പൂർ, ആന്റണി TJ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ 364 പോയിന്റ് നേടി സഹൃദയ പെരിഞ്ഞനം ഓവറോൾ ചാമ്പ്യന്മാരായി. 355 പോയിന്റ് നേടിയ JBC ചക്കരപ്പാടം 2ാം സ്ഥാനവും 285 പോയിന്റ് നേടി വോയിസ് ഓഫ് പൊന്മാനിക്കുടം 3ാം സ്ഥാനവും നേടി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, ഹേമലത രാജുകുട്ടൻ, സായിദ മുത്തുക്കോയ തങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റിന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അത് ആ മാനുവൽ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഇവിടെ തർക്കം നടന്നതിന്റെ ഭാഗമായിട്ട് കേരളോത്സവത്തിന്റെ മാനുവൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തിലാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്തോ ഇവിടെ ഒന്ന് പുകയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കുന്നുമില്ല. പക്ഷേ സൗഹാർദ്ദപരമായ ഈ ഒരു അന്തരീക്ഷം ഇന്ന് നമ്മൾക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ അധ്യക്ഷ സൂചിപ്പിക്കുകയുണ്ടായി, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം. നമ്മുടെ മനസ്സിൽ അടഞ്ഞു കിടക്കുന്ന കലാവാസനകളെ, കായിക വാസനകളെ വീണ്ടും ഒരു ഉണർത്തുപാട്ടായി ഉയർത്തിക്കൊണ്ടുവരാനുമാണ്, പൊതുവേദിയിൽ അവതരിപ്പിക്കാനുമാണ് കേരളോത്സവം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷം വിട്ടുകൊണ്ട് മത്സരത്തിന് പോകുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം കൂടെ വേണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടക്കും. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ അധ്യക്ഷനാകും. പൊതുയോഗത്തിന് വരുന്ന അംഗങ്ങൾ ബാങ്ക് നൽകിയ തിരിച്ചറിയൽ കാർഡോ അംഗത്വ നമ്പർ രേഖപ്പെടുത്തിയ ബാങ്ക് പാസ്ബുക്കോ കൊണ്ടുവരണമെന്ന് അധികൃതർ അറിയിച്ചു. ചാവക്കാട് താലൂക്ക് UP വനിതാ വായന മത്സരം ചേറ്റുവ സ്കൂളിൽ പ്രമുഖ എഴുത്തുകാരി ആഷത്ത് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. KP അനിത ടീച്ചർ, PV ദിലീപ് കുമാർ, ആനി ജോസ്, രമേശൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങ് മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യാതിഥിയായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മ സേന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി വിതുൻ P, RP കീല, ജയകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിയുന്ന കുടിയാന്മാരെ ആട്ടിയോടിക്കും ഇതൊക്കെ ചെയ്യുന്ന നിലപാടുണ്ടായിരുന്നു. അങ്ങനെ കുടിയിറക്ക് നിരോധന നിയമം ആദ്യമായി അധികാരത്തിൽ പാസ്സാക്കിയ നിയമം നമ്മൾ കാണുന്ന നമ്മുടെ വേലിക്കകത്തുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം നമുക്ക് ലഭിച്ചത് അന്നത്തെ നിയമമാണ്. അതൊന്നും മറന്നുപോവാണ്. കുടിയിറക്ക് നിരോധന നിയമം 7ാം നാൾ അധികാരത്തിൽ വന്നു. ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശങ്ങളൊക്കെ മാറ്റിയത് ആ നിയമമാണ്. കുടിയൊഴിപ്പിക്കൽ നിന്നും ആർക്കും കുടിയൊഴിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. സമഗ്രമായ കാർഷിക പരിഷ്കരണം അതാ കേരളത്തിലെ മറ്റൊരു അടിത്തറ. ബില്ല് അവതരിപ്പിച്ചതാരാണ്? നമ്മുടെ അന്നത്തെ റവന്യൂ മന്ത്രി KR ഗൗരിയാണ്. അല്ലെ, സമഗ്രമായ കാർഷിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വമ്പിച്ച മാറ്റം വന്നു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിലേക്ക് MLAയെ ഉദ്ഘാടകനായി വിളിച്ചുവരുത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ബഹിഷ്കരിച്ചത് MLAയെ സമൂഹമധ്യത്തിൽ അവഹേളിച്ചതാണെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷമായി ഒന്നും ചെയ്യാൻ കോൺഗ്രസ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിനെ 25 വർഷം പിറകോട്ട് എത്തിക്കലാണ് ഈ ഭരണം കൊണ്ടുണ്ടായത്. പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രസിഡന്റിന്റെ മനോവേദന മൂലമാണ് മണലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ നിന്ന് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സദസ്സിന് തൊട്ടുമുൻപ് പിന്മാറിയതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. യഥാർത്ഥത്തിൽ MLAയെ അവഹേളിക്കുന്നതിന് തുല്യമായ ഒരു നടപടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തത്. അദ്ദേഹത്തിന് പറയാമായിരുന്നു, MLAയെ ക്ഷണിക്കുമ്പോൾ പറയായിരുന്നു, എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ UDF ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല, MLA വന്നു പരിപാടി നടത്തിക്കോളൂ, ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാം. അത് പറയുന്നതിന് പകരം ആളെ വിളിച്ചു വരുത്തി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറയുകയും 10 മിനിറ്റ് കഴിഞ്ഞ് MLA വരുമ്പോൾ ആളവിടുന്ന് സ്ഥലം വിടുന്ന സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഒളിച്ചോട്ടം എന്ന് മാത്രമല്ല, മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് UDF ഭരണസമിതി വന്നതിന് ശേഷം ഈ 5 കൊല്ലത്തെ വികസന നേട്ടം എണ്ണി പറയാൻ സാധിക്കാത്തത് കൊണ്ട്, തൊട്ടെണ്ണി പറയാൻ ആളുകളുടെ കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും ഈ മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടില്ല. അത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ പ്രയാസമുള്ളത് കൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് ശ്രീ സൈമൺ തക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അരിമ്പൂർ മണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ സംവിധാനം നിർത്തലാക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2016 കഴിഞ്ഞ് 2026 തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിലെ സർവീസ് ജീവനക്കാരോട് പറഞ്ഞ ആ വാഗ്ദാനം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ രാജ്യത്ത് പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, കർണാടക ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് തരത്തിലുള്ള ഗവൺമെന്റുകൾ പങ്കാളിത്ത പെൻഷനിൽ നിന്ന് മാറുകയും. മണ്ഡലം പ്രസിഡന്റ് KA തോമസ് അധ്യക്ഷത വഹിച്ചു. പുതിയ 20 അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ഡോക്ടർ ND ഈനാശു, ജില്ലാ ട്രഷറർ PR സത്യനാഥൻ, ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ PM വിജയകുമാരി, KS ദീപൻ മാസ്റ്റർ, TL മത്തായി, ദിലീഷ് കൊട്ടിലിക്കൽ, ജെസി തരകൻ, MK വസുന്ധര, ജെൻസൺ ജെയിംസ്, MR അജിത് പ്രസാദ്, PP സ്റ്റീഫൻ, NK തങ്കമണി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് KA തോമസ്, സെക്രട്ടറി CK വിൻസെന്റ്, ട്രഷറർ CD ജോസഫ് എന്നിവരെയും തെരഞ്ഞെടുത്തു.
വാടാനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ ഗോജു റിയു കരാത്തെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കായിക മേഖലയിലെ നിസ്വാർത്ഥ സേവനത്തിനും ഭിന്നശേഷി വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ പെപ്പിൻ, കായിക മേഖലയിൽ തൃശൂർ ജില്ലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ മുൻ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇപ്പോൾ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായ KR സാംബശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൈസൻ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി PJ മുകേഷ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന കൈസൻ വിദ്യാർത്ഥികളായ PM ആർദ്ര, KN നിവ്യ, ദിദി തോമസ്, KN നിവേദ്, PA അബ്ദുൾ മുത്തലിബ് എന്നിവർക്ക് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ കരാട്ട കായിക കിറ്റുകൾ വിതരണം ചെയ്തു. കൈസൻ ഡയറക്ടർമാരായ രാധേഷ് കൃഷ്ണ, ജംഷിദ് എന്നിവർ സംസാരിച്ചു. കൈസൻ ഭാരവാഹികളായ രജീഷ്, വിപിൻ, VS സുനിൽ, ശാന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളിയിലെ വികസന മുടക്കികളെന്നാരോപിച്ച് UDF, BJP, SDPI അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ CPM പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നടത്തിയ യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം പോക്കറ്റിൽ നിന്ന് സഖാവ് IV രാമനാഥൻ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ കെട്ടിവെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതാവശ്യം വന്നാലും ഈ കെട്ടിടം പൊളിച്ചു തരാമെന്ന ഉറപ്പുമ്മൽ രേഖപ്പെടുത്തി ഈ സ്ഥലം സ്വന്തമാക്കിയത്. അതിനുശേഷം അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഈ കെട്ടിടം രണ്ടും ഇവിടെ പണി പൂർത്തീകരിച്ചത്. എന്നാൽ ഒരു കൂട്ടം തെമ്മാടികൾ പറയുന്നത് ഇത് NHന്റെ സ്ഥലമാണ് എന്നുള്ളതാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ആലോചിച്ച ഘട്ടത്തിൽ NH ഓഫീസിൽ പോയി പരിശോധിച്ചു. ഈ 6 മാസം മുമ്പാണ് NHന്റെ ഓഫീസിൽ നിന്നറിയാൻ കഴിഞ്ഞത് ഇത് പഞ്ചായത്ത് കൈവശമുള്ള സ്ഥലമാണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നികുതിയെല്ലാം മേടിക്കുന്നത് വില്ലേജ് ഓഫീസാണ്. ഈ കെട്ടിടത്തിൻ്റെ നികുതി വാടക മേടിക്കുന്നത് പഞ്ചായത്ത് ഓഫീസാണ്. സുബൈദ മുഹമ്മദ് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ശാന്തി നമ്മുടെ രജനി കൃഷ്ണാനന്ദൻ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ ഗിൽസ ഇവിടെ പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിലടക്കം ഈ കെട്ടിടങ്ങളുടെ വാടക മേടിച്ചിരുന്നത് ഈ പഞ്ചായത്താണ്. ഇപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടായത്. ഇത് NHന്റെ കെട്ടിടങ്ങളാണ്, സ്ഥലമാണ്, അതുകൊണ്ട് ഒരു വികസനവും പാടില്ല എന്ന് ഈ സഖ്യം ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, CM നിസാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KD സതീഷ്, AM യൂസഫ്, AS സബിത്ത്, ഷൈന മുഹമ്മദ്, പ്രമീള ബൈജു, റിജിന രാജു, TN ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗനവാടികളിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങൽ പദ്ധതിയുടെ ഭാഗമായി മിക്സി വിതരണം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരിത ഗണേഷ്, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, ICDS സൂപ്പർവൈസർ ദീപ്തി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ഗ്രാമസമിതി പ്രവർത്തക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ചിലങ്ക ബീച്ചിലെ ബാലൻ ഇത്തിക്കാട്ടിന്റെ വസതിയിൽ ചേർന്ന യോഗം അഖിലേന്ത്യാ സംയോജക് സീമ ജാഗരൺ മഞ്ച് മുരളീധരൻ ബിന്ദ ഉദ്ഘാടനം ചെയ്തു. हमारा जो समाज है, जैसे राम का काल, कृष्ण का काल, अभी कलयुग काल, पहले सतयुग काल, एक 4 युगों की कल्पना है. कलयुग है, त्रेता है, द्वापर है और सतयुग है. एक छोटा सबसे छोटा युग वो कलयुग होता है. उसकी जो आयु है वह 4,32,000 ईयर, यानी एक कलयुग. उसका आगे द्वापर आता है, वो 8
लाख और 16,000। BMPS ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് കടകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PV ചന്ദ്രബാബു, സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ദിര മുരളി, സ്റ്റേറ്റ് ട്രഷറർ KG സുരേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട്, ഉഷ സുകുമാരൻ, സതീഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. പാലസ്തീൻ ഐക്യദാർഢ്യ സമിതി 2024 മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അടക്കം നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. പലസ്തീനികളായ 4 സംവിധായകർ അവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് അവതരിപ്പിച്ച പാലസ്തീൻ ജനതയുടെ വിവിധ യാഥാർത്ഥ്യത്തിൻ്റെ തീഷ്ണമുഖം നോ അതർ ലാൻഡാണ് പ്രദർശിപ്പിച്ചത്. കവിയും ഗാനരചയിതാവുമായ അൻവർ അലി ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ മണിലാൽ അധ്യക്ഷത വഹിച്ചു. കവയിത്രി TV അജിത, ചലച്ചിത്ര സംവിധായകൻ ഷാനു സമദ്, ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി ചെയർമാൻ KV സിജിത്ത്, കൺവീനർ KS ബിനോജ്, AM ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മളത് അറിയണം, ഉണ്ടാവാതിരിക്കട്ടെ, പടച്ചവനെന്ന് വിചാരിക്കാൻ വേണമെന്നുള്ള അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്കിത് സംഭവിക്കില്ല എന്ന് കരുതരുത്. നമ്മുടെ എയർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ അത്ര ദൂരമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ശ്രീലങ്കയിലേക്ക്, വടക്കൻ ശ്രീലങ്കയിലേക്ക് പോകാൻ ഒരു ദിവസം 25,000-30,000 പേര് വീതം കൊല്ലപ്പെടുകയും 20,000-ഓളം ജഡങ്ങൾ ഒരൊറ്റ രാത്രി കുഴിച്ചിടപ്പെടുകയും ചെയ്ത സ്ഥലങ്ങൾ ജാഫ്നയിലുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. എനിക്കായിട്ട് ഒരു മാസം ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഞങ്ങൾ പേടിയാവുന്നു. വലിയ കുഴികളെടുത്തിട്ട് 20,000-ഓളം വൃദ്ധരും കുഞ്ഞുങ്ങളും ഒക്കെ വീണ് മരിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ ബുദ്ധവിശ്വാസം അവിടെ പോകാറില്ല. മിലിറ്ററിക്കാർ മാത്രമേ ഉള്ളൂ. മുള്ളിവായിക്കൽ എന്ന് പറഞ്ഞ ജാഫ്നയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മുടെ ടൂറിസം പെർമിഷൻ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇത്തരം വലിയ ജിനോസൈഡുകളുടെ ചരിത്രം. പ്രാചീന കാലത്ത്, മധ്യകാലത്ത് ഇത്ര പേര് ഒന്നിച്ച് കൊല്ലാനുള്ള വിദ്യ നമ്മുടെ കൈവശമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേരളവും തമിഴ്നാടും ഒക്കെ തന്നെ ഇപ്പോൾ എണ്ണിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ മധ്യകാല സാമ്രാജ്യങ്ങളുടെയും പല അധിനിവേശങ്ങളുടെയും കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നത് തന്നെയാണ്. അത്രത്തോളം ഈ കൂട്ടക്കൊലകൾ മനുഷ്യന് വിനോദമായിരിക്കുന്ന ഉറുമ്പുകളെ പോലെ മനുഷ്യരെ കൊല്ലാനുള്ള ചേതോവികാരം സാമൂഹികമായി നേടിയെടുത്ത ഒരു ആധുനികതയിൽ കൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നുള്ള ആത്മവിമർശനത്തോടെ വേണം നമ്മളിതിനെയൊക്കെ കാണാൻ. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ മെമ്പർഷിപ്പ് വിതരണം നടത്തി. പെരിഞ്ഞനം സെൻട്രലിൽ ചേർന്ന യോഗത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം PK സലീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KC ഗിരീഷ് അധ്യക്ഷനായി. പെരിഞ്ഞനം മേഖലാ സെക്രട്ടറി ബാബു പോളശ്ശേരി, കൊടുങ്ങല്ലൂർ ഏരിയ ട്രഷറർ മുഹമ്മദ് അബ്ദുൽ ഖാദർ, പെരിഞ്ഞനം മേഖലാ പ്രസിഡന്റ് AV കളപ്പുര, സുജ ശിവരാമൻ, MV പ്രഭാകരൻ, ജോസ് മഞ്ഞളി, അഡ്വക്കേറ്റ് ഷീബ മുരളി, TL ഗോപിനാഥൻ, KK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനവും ഗ്രാമപഞ്ചായത്തിന് കളിസ്ഥലം, നിർധനരായവർക്ക് വീട് എന്നിവ നിർമ്മിക്കാൻ തൻ്റെ ഭൂമി വിട്ടുകൊടുത്ത പഞ്ചായത്ത് അംഗം CJ പോൾസിനെ ആദരിക്കൽ ചടങ്ങും നടത്തി. കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സ് ജില്ലാ റിസോഴ്സ് പേഴ്സണും എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ OP ബിജോയ് അവതരിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങൾ സെക്രട്ടറി ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷാജഹാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. 52 കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിൽ ടാർ ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മറ്റു പല സ്ഥലങ്ങളിലെയും ഒരു താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വഴിപ്പാല പഞ്ചായത്തിൽ ഈ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കുക. 6.25 കിലോമീറ്റർ റോഡ് ഈ പഞ്ചായത്തിൽ ട്രെയിന് വിരിക്കുകയും ഉണ്ടായി. അതിനേക്കാളൊക്കെ നമുക്കൊരു സൗഹൃദം തോന്നിയത്, ഞാൻ ഇവിടെ 10 MLA ആയിരുന്നു കേരളത്തിൽ. ഞാനൊക്കെ MLA ആയിരിക്കുമ്പോൾ MLAമാർക്ക് ഇത്രമാത്രം ഫണ്ടില്ല. ഇപ്പോഴാണ് ഒരു MLAക്ക് ഒരു കൊല്ലം 6 കോടിയുണ്ട്. 5 കൊല്ലം കൊണ്ട് ഒരു MLAക്ക് 30 കോടി ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും.
എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ തൊഴിലാളികളെ കൊടിയമ്പുഴ ദേവസ്വം ഗോകുലം വള്ളത്തിലെ തൊഴിലാളികൾ സുരക്ഷിതമായി കരക്കെത്തിച്ചു. KPCC സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതിസന്ധ്യ നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.